ശരിയായി റിവ്യൂ പറയുന്നില്ല എന്ന് പറഞ്ഞ് യൂട്യൂബർമാരെ അടിക്കാൻ പറ്റുമോ എന്ന് നടൻ ധ്യാൻ ശ്രീനിവാസൻ. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട പ്രസ് മീറ്റിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണമുണ്ടായത്. ഓരോരുത്തരും റിവ്യൂ പറയുന്നത് അവർക്കൊരു സിനിമ എങ്ങനെ വർക്കായി എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമെന്നും അത് ആപേക്ഷികമാണ് എന്നും ധ്യാൻ കൂട്ടിച്ചേർത്തു. അശ്വന്ത് കോക്കിന്റെ റിവ്യൂവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തോടായിരുന്നു ധ്യാനിന്റെ പ്രതികരണം. OTTയിൽ ഇറങ്ങുമ്പോഴാണ് ഒരു സിനിമയുടെ യഥാർത്ഥ ഫലം വരുന്നതെന്ന അഭിപ്രായത്തെയും ധ്യാൻ തള്ളിക്കളഞ്ഞു. ധ്യാനിനോടുള്ള അവതാരകന്റെ ചോദ്യവും ധ്യാനിന്റെ മറുപടിയും ഇങ്ങനെയായിരുന്നു: ഇവിടെ ഇറങ്ങുന്ന റിവ്യൂവിന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ എല്ലാവരും നല്ല റിവ്യൂ നോക്കി പോകുന്നു. പലപ്പോഴും സിനിമകളുടെ നല്ല റിവ്യൂ ഓൺലൈൻ മാധ്യമങ്ങളിൽ വരാറില്ല. അശ്വന്ത് കോക്കൊക്കെയാണ് 90% റിവ്യൂ കറക്റ്റായി പറയുന്നത്. പക്ഷേ പോസിറ്റീവ് റിവ്യൂ കണ്ടിട്ട് വളരെ വിഷമത്തോടെ ആ പടം മോശമായിരുന്നു എന്ന് പറഞ്ഞ അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. ഒരു സിനിമ ഇറങ്ങുമ്പോൾ അതിന്റെ റിവ്യൂ അല്ലെങ്കിൽ കറക്റ്റ് പൾസ് അറിയണമെങ്കിൽ OTTയിൽ എത്തണം. അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് പൊന്മാൻ എന്ന സിനിമ. പൊന്മാൻ എന്ന സിനിമ റിവ്യൂ കണ്ട ശേഷം പലരും തിയേറ്ററിലേക്ക് പോയില്ല. ആ പടം മലയാളത്തിലെ മികച്ച സിനിമകളിൽ ഒന്നാണ്. ഞാൻ അശ്വന്ത് കോക്കിന്റെ റിവ്യൂ കാണാറുണ്ട്. എനിക്കത് വർക്ക് ആവാറുമുണ്ട്. ചിലതൊക്കെ, എല്ലാമല്ല. ഒരു സിനിമ OTTയിൽ ഇറങ്ങിയാലാണ് അതിന്റെ യഥാർത്ഥ റെസ്പോൺസ് അറിയാൻ പറ്റും. ഒരു സിനിമ ഇറങ്ങുമ്പോൾ എന്തുകൊണ്ടാണ് എല്ലാവരും കറക്റ്റ് റിവ്യൂ പറയാത്തതെന്നാണ് എൻ്റെ ചോദ്യം എന്നതായിരുന്നു അവതാരകന്റെ ചോദ്യം. ഇതിന് ധ്യാൻ നൽകിയ മറുപടി ഇങ്ങനെയാണ്: അവർക്ക് അവരുടെ സെൻസിബിലിറ്റി വെച്ചല്ലേ പറയാൻ പറ്റും. ഓരോരുത്തർക്കും ഓരോ ബുദ്ധിയും ആലോചനയും അല്ലേ. നീ എന്താ കറക്റ്റ് റിവ്യൂ പറയാത്തത് എന്ന് ചോദിച്ച് നമുക്ക് ഒരുത്തനെ പോയി അടിക്കാൻ പറ്റുമോ? നിന്നെ വിശ്വസിച്ചല്ലേടാ ഞാൻ പടത്തിന് പോയത് എന്ന് പറയാൻ പറ്റുമോ? നിന്റെ ചോദ്യം ഭയങ്കര അടിസ്ഥാനരഹിതമാണ്. സിനിമ വളരെ സബ്ജക്റ്റീവായ കാര്യമാണ്. നിനക്ക് പൊന്മാൻ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ച് എല്ലാവർക്കും പൊന്മാൻ ഇഷ്ടപ്പെടണമെന്നില്ല. അത്രയേ ഉള്ളൂ റിവ്യൂവിൻ്റെ കേസിലും. നീ ചിലപ്പോൾ റിവ്യൂ കേട്ട് വിശ്വസിച്ചായിരിക്കും സിനിമയ്ക്ക് പോകുന്നത്. എല്ലാവരും അങ്ങനെ ആയിരിക്കില്ല. അത്രയേ ഉള്ളൂ അതിൻ്റെ ഉത്തരം. OTTയിൽ വരുമ്പോഴാണ് കറക്റ്റ് റെസ്പോൺസ് കിട്ടുക എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം ചില സിനിമകൾ നമ്മൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യണം. ഞാനൊരു സിനിമ കണ്ടു. തിയേറ്ററിൽ സൂപ്പർ ഹിറ്റ് ആയ സിനിമയാണ്. ഞാൻ OTTയിലാണ് കണ്ടത്. ഞാൻ കണ്ടപ്പോൾ എനിക്കത് വർക്കായില്ല. ഞാനത് അശ്വന്തിനോട് തന്നെയാണ് ചോദിച്ചതെന്നും തോന്നുന്നു. അപ്പോൾ അവൻ പറഞ്ഞത് അത് തിയേറ്ററിൽ തന്നെ കാണേണ്ട സിനിമയാണെന്നാണ്. ചില സാധനങ്ങൾ അങ്ങനെയേ വരൂ.